എന്ത് പ്രശ്നം വന്നാൽ ഞാൻ പറയും നമ്മൾ കർത്താവിന്റെ സ്പെഷ്യൽ ആൾക്കാരാണ്, നമ്മൾ ഉടമ്പടിയിലുള്ള നമ്മൾ കർത്താവിന്റെ സ്പെഷ്യൽ ജനമാണെന്ന് പറയും. അപ്പം നമുക്ക് എല്ലാം അടിപൊളി സൂപ്പർ സാധനങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കൊരിക്കലും ചിലത് നടക്കാതെ പോകത്തില്ല, മറ്റുള്ളവർക്ക് നടക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ എപ്പോഴും പറയാను. ഞങ്ങൾ വെളിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് വന്നു. എനിക്ക് വിസ വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ഹസ്ബൻഡിന്റെ എംപ്ലോയർ വരിക അവരുടെ വർക്ക് വിസയിൽ പോകാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തു. കാര്യം കുഞ്ഞിന് അതനുസരിച്ച് എമൗണ്ടിലൊക്കെ റിഡക്ഷൻ വരും. ഞങ്ങൾ 3 മാസം മുന്നേ ജോർജ് പ്രാർത്ഥിച്ചിട്ട് ടിക്കറ്റ് എടുത്തതാണ്. അപ്പം അവരുടെ വിസ ഭയങ്കരമായിട്ട് ഡിലേ ആവുന്നുണ്ട്. അപ്പം എൻ്റെ ഡിപെൻഡന്റ് വിസ ആയിട്ട് അപ്ലൈ ചെയ്ത് ജോർജുട്ടിയും കുഞ്ഞും അപ്ലൈ ചെയ്തു. അപ്പോൾ അത് വളരെ ഷോർട്ട് ടൈമിലാണ് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അതിനുള്ളിൽ തന്നെ വിസ വരണം. ഞങ്ങൾ ടിക്കറ്റ് നേരത്തെ എടുത്തു. അപ്പം പിന്നീട് ഞങ്ങൾ ഒരു ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാണെങ്കിൽ നല്ലൊരു 2 lakhs ചേഞ്ച് വരും എമൗണ്ടിൽ തന്നെ. ഞങ്ങൾ പോകേണ്ടത് ഒരു മൺഡേ ആണെങ്കിൽ ഫ്രൈഡേ മോർണിംഗ് വരെ ഇവർ വിസ വന്നിട്ടില്ല. അപ്പം ഫ്രൈഡേ മോർണിംഗ് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു. രാവിലെ തൊട്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അച്ഛൻ എന്നെയും കുഞ്ഞിനെയും ഹസ്ബൻഡിനെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരു ലോക്കറ്റ് കൊടുത്തിട്ട് പോകുമ്പോൾ ഇത് ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. സാറ്റർഡേ ആയപ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് വന്നു, ഇത് കണക്ക് വിസ വന്നിട്ടുണ്ടെന്ന്. UK പോകുന്നവർക്കറിയാം, നമ്മൾ വർക്ക് ചെയ്ത ഫീൽഡിൽ തന്നെ ജോലി കിട്ടാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യം ഞങ്ങൾ വർക്ക് ചെയ്ത ഫീൽഡിൽ തന്നെ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു ജോലി കിട്ടണമെന്നുള്ളത്. ഈശോ എന്നെയും ജോർജുട്ടിനെയും അങ്ങനെ ഒരു വലിയ കൃപ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്ക് ഫ്രം ഹോം ആയിട്ടൊരു ജോലി, കുഞ്ഞിനെ നോക്കാനും. കാര്യം വേറെ ആരും ഇല്ലാത്ത സമയത്ത് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു നല്ലൊരു ജോബ് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ഫിനാൻഷ്യലി അത്ര വെൽ സെറ്റിൽഡ് ഒന്നുമല്ല. അപ്പം ഒരിക്കലും ഒരു വീടിനെ പറ്റിയൊന്നും അങ്ങനെ ആഗ്രഹമുണ്ട്, എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്, എനിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പം വീടിനെ പറ്റി ഞാൻ എപ്പോഴും ഹസ്ബൻഡിനോട് പറയും. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നിട്ട് 2 വർഷം ആയതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരിക്കലും വീട് കിട്ടുമെന്നോ അങ്ങനെ ഒരു പ്രതീക്ഷയോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ നോക്കുന്ന വീടുകളൊക്കെ ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് 2 മുറിയുള്ള കാര്യം ഞാൻ ഹസ്ബൻഡേ ഉള്ളൂ, വലിയ ചിലവൊന്നും വരുത്തണ്ടാന്ന് എഴുതിയാൽ നോക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് മാതാവ് തന്നത്, ഉടമ്പടി വരെ തന്നത് 3 ബെഡ്റൂമുള്ള ഒരു പുതിയ വീടാണ്. അത് ഞങ്ങൾ ഒരു രൂപയുടെ ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ പ്രീവിയസ് പ്ലാനിങ്ങോ ഇല്ലാതെ നിയോഗമായിട്ട് ജോർജുട്ടി അന്നേരം വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ആഗ്രഹം വന്നപ്പോൾ വെച്ച് പ്രാർത്ഥിച്ചു. ആ ഉടമ്പടി തീരുന്നതിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു വീട് ദൈവം നൽകി അനുഗ്രഹിച്ചു. ഞങ്ങൾ UK എത്തിയ സമയത്ത് ഞങ്ങളൊരു 3000 പൗണ്ടിന് ഒരു ചെറിയ കാറാണ് മേടിച്ചോണ്ട്. ആ കാറിൽ നഷ്ടമായിപ്പോയി. അതിനകത്ത് പിന്നെ പണിയും അത് കഴിഞ്ഞ് റീസെയിലിന് വിൽക്കുകയോ എല്ലാം ചെയ്ത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാർ മേടിക്കാൻ ചെയ്യണം. ഞങ്ങൾ നിൽക്കുന്ന ഏരിയ അത്ര ട്രാൻസ്പോർട്ടേഷൻ ഉള്ള ഒരു ഏരിയ അല്ല. ഞാൻ ഒരു പ്രാവശ്യം വാട്സാപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് കണ്ടപ്പം ആരോ ഒരു കൃപാസനത്തിന്റെ സാക്ഷ്യം ഷെയർ ചെയ്തേക്കുന്നു. അത് ഫേസ്ബുക്കിലുള്ള ലിങ്കിലാണ് ഷെയർ ചെയ്തേക്കുന്നത്. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്യാത്ത ഞാൻ ഫേസ്ബുക്കിലെ ലിങ്കിലാണ് സാക്ഷ്യം കേട്ടിട്ട് താരോട് സ്ക്രോൾ ചെയ്തപ്പം അടുത്ത അഡ്വർടൈസ്മെന്റ് കാണോ, ഇതുകണക്ക് UK ഒരു ഫിൻടെക് ബാങ്ക് പറയുക, ഇതുകണക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വണ്ടി മേടിക്കാൻ വേണ്ടി ലോൺ തരാമെന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. വിത്തിൻ ഒരു 5 അത്രയും മിനിറ്റ്സിനുള്ളിൽ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് 28,000 പൗണ്ട്സ്, നമ്മുടെ ഇവിടുത്തെ ഒരു 28 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് വരുക. ഇഷ്ടമുള്ള കാർ പോയി മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കാർ എടുക്കാൻ ദൈവം സഹായിച്ചു. ഞാൻ ഇത്രേ ചിന്തിക്കുന്നുള്ളൂ. ഞാനൊരു കുറച്ച് നാൾക്ക് മുന്നേ കൃപാസനത്തെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ വളരെ വലിയ ചേഞ്ചസും അല്ലെങ്കിൽ വളരെ വലിയ ഇമ്പ്രൂവ്മെന്റും വന്നേനെ. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അറിയാവുന്ന ആൾക്കാരോടൊക്കെ ഞാൻ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുക്കും. റോസറി ഗ്യാതറിംഗ്സിൽ UK അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട്. ഈവൻ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ പോലും ഞാൻ അഭിമാനത്തോടെ എൻ്റെ പോസിറ്റീവ്നെസ് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഞാനൊരു ക്രിസ്ത്യനാണെന്നും